ഇന്ന് പഠിക്കാൻ പോകുന്നത് സിംഗിൾ ഫിക്സഡ് പുള്ളിയെ പറ്റിയാണ്. സിംഗിൾ ഫിക്സഡ് ഓക്കെയാണല്ലോ. സിംഗിൾ ഫിക്സഡ് പുള്ളിയുടെ പ്രത്യേകത എന്താ? അത് മൂവ് ചെയ്തില്ല, ഫിക്സ്ഡ് മാത്രമല്ല എത്ര ലോഡാണോ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഡ് എപ്പോഴാണ് മെക്കാനിക്കൽ എപ്പോഴും മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടുള്ള ഒറ്റ ഉപയോഗം എന്ന് പറയുന്നത് ചേഞ്ച് ഡയറക്ഷൻ മാത്രം. ഓക്കെയാണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ലോഡ് എഴുതാം. പുള്ളി which has its axis of rotation stationary in position and is called fixed രണ്ടാമത്തെ ലോഡ് വേണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഹെഡിങ് ആണ്. വെലോസിറ്റി റേഷ്യോ ആൻഡ് എഫിഷ്യൻസി ഓഫ് എ സിംഗിൾ ഫിക്സ്ഡ് പുള്ളി. നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ഫ്രെയിം ആദ്യം ഫിക്സ് ചെയ്യുന്നത്. ഫ്രെയിം ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇത് വലുതായിട്ട് വരയ്ക്കണം. ഇത് നമുക്ക് ഫ്രെയിം രണ്ട് രീതിയിലിടാം. പകുതി വരെ ഇടാം, അതായത് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ, ഇവിടെ നമ്മൾ ഇതാക്കിയിട്ട് ഇങ്ങനെ വേണം പുള്ളി ഇടാം. ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഫ്രെയിം ഫുള്ളായിട്ട് മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഫ്രെയിം വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിനിടയിൽ കൂടെ അങ്ങനെ ഓക്കെ. അതായത് അതായത് നമുക്ക് ഫ്രെയിം ഫുള്ളി ഫ്രെയിം എടുക്കാം, പകുതി വരെ എടുക്കുന്ന പറഞ്ഞാൽ സൈഡ് വ്യൂ ആണ് വരുന്നത്. ഇവിടാണ് ആണി. ഓക്കെ, ഫുള്ളി ഇങ്ങനെയാണ്. ഇത് പകുതി ഫ്രെയിമേ ഉള്ളൂ. ഇവിടെ ഫ്രെയിം ഇരിക്കുക, മറ്റേ പോലെ എന്താ ഫുള്ളി ഫ്രെയിമിനകത്തല്ല ഇരിക്കുന്നത്. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കാം. അത് വീഡിയോന്റെ ഇമേജ് കാണിക്കാൻ നമ്മുടെ ഓക്കെ. അപ്പൊ ഇവിടെ ഇതിപ്പോ ഫുള്ളല്ലല്ലോ, ഇതിപ്പോ പകുതിയല്ലേ ഉള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ പടവും രണ്ടാമത്തെ പടവും തമ്മിൽ വ്യത്യാസമാണ്. നിങ്ങൾ രക്ഷാത്തെ ആദ്യത്തെ ഫുൾ ഫ്രെയിമിലുള്ള ഇവിടെ വരെ, അതായത് സൈഡ് വ്യൂ പുറകിൽ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ആണി ഇവിടെ ഇങ്ങനെ പോകും. ഇവിടെയാണ് നമ്മുടെ ഇതുവഴിയാണ് ഇത്
ഇതിപ്പോ എന്തേ ഉള്ളൂ, ഇതിപ്പോ ഇങ്ങനെയുള്ളൂ, അതായത് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ ഗ്യാപ്പാണ്, ഇവിടെ ഗ്യാപ്പാണ്, ഇതുവഴിയാണ് പുള്ളി പോകുന്നത്, ഇവിടാണ് ആണി. അപ്പൊ ഇവിടെ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ ഇവിടെ നോക്കി ഒരു കയർ ഇങ്ങോട്ടേക്ക് കിട്ടും, ഒരു കയർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തന്നെ ഇങ്ങോട്ടേക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ നോക്കിയോളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്താ, ഇവിടെയാണ് നമ്മുടെ ലോഡ് ഹാങ് ചെയ്തത്, ലോഡ് ഇവിടെയാണ് ഹാങ് ചെയ്തത്. ഓക്കെ, നമ്മൾ ടെൻഷൻ കൊടുക്കുന്നത് എവിടെയാണ്? അതായത് ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുവാന്ന് വിചാരിച്ചു, ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ടെൻഷൻ കൊടുക്കുന്നത് കണ്ടോ, ഞാൻ ഇങ്ങനെ വലിക്കുക. ഓക്കെ, ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നോക്കിയോ, ഞാൻ അപ്പൊ ഇവിടെ എന്തായാലും ഈ ലോഡ് ഉള്ളതുകൊണ്ട് ഈ കയറ് വലിഞ്ഞിരിക്കരുത്. നിങ്ങളിപ്പോ ഒരു കയറ് നീ ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ ഇവിടെ ടെൻഷൻ അല്ലേ? അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ലോഡ് ഉള്ളപ്പോൾ ഞാൻ ഇവിടെ വലിക്കുമ്പോൾ ഈ ഭാഗത്ത് ഒരു ടെൻഷൻ, ഇത്രയും വളമൊന്നും ഇവിടെ വരത്തില്ല, ഇത്രയും വളമൊന്നും വരത്തില്ല, ഇങ്ങനെ വലിഞ്ഞിരിക്കും. ഞാനത് കാണിക്കാം. ഇങ്ങനെ വലിഞ്ഞിരിക്കും കേട്ടോ, അല്ലേ? അപ്പൊ നമ്മളെന്താ, ഇവിടുത്തെ ടെൻഷൻ നമ്മൾ വലിക്കുന്നത് ഇങ്ങോട്ട്, നമ്മൾ എഫർട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട്, അല്ലേ? പക്ഷെ വലിവ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ടെൻഷൻ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലേ, അവിടെ ഇങ്ങനെ വലിയ ടെൻഷൻ ആയിരിക്കുന്നത്, ആ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ലോഡ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഉണ്ടാകുന്നത് കേട്ടോ. ലോഡ് താഴോട്ടാണ്, ലോഡ് ഡയറക്ഷൻ ഇവിടെ വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ വരെയുള്ളൂ. അപ്പൊ ഇവിടെ ഇത് കൊണ്ടിരിക്കുക. അപ്പൊ എന്താ, അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു അനുഭവപ്പെടും, ഒരു ടെൻഷൻ അനുഭവപ്പെടും. ഓർത്ത് വെച്ചോണം, എഫർട്ട് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടെൻഷൻ കാണും, ലോഡ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇവിടെ കാര്യമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ലോഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എഫർട്ട്. ഓക്കെ ആണല്ലോ, ശരിയല്ലേ? ലോഡും എഫർട്ടും, സോറി, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ആദ്യം നമുക്കൊരു കാര്യം എഴുതാം. ഇവിടത്തെ എഫർട്ട് എന്തിനിക്കില്ല, എഫർട്ടിന് അതേപോലെ ഒരു ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതേപോലെ ഒരു ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എഫർട്ട് ഈസ് ഈക്വൽ ടു എന്താ, ടെൻഷൻ ഹിയർ. ഓക്കെ, അതേപോലെ ലോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നില്ലേ മുകളിലോട്ട്, അപ്പൊ ലോഡ് ഈസ് ഈക്വൽ ടു എന്താ, ടെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ 1 ഈ ഇക്വേഷൻ 2 ഫ്രം 1 and 2 എന്താ, ഫ്രം 1 and 2 എന്താ എഴുതാം, ലോഡ് ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, അതായത് ഈ ടെൻഷൻ ഈക്വൽ ആണ്, എല്ലും ടെൻഷൻ ഈക്വൽ ആണെങ്കിൽ എല്ലും എന്താ ഈക്വൽ ആണ്. ലോജിക്കലി നമുക്ക് ഓൾറെഡി അറിയാം, കിണറ്റിലെ വെള്ളം കോരുന്നത് നമ്മൾ ഈക്വൽ ആണ്. പക്ഷെ അത് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത്? എഫർട്ട് താഴോട്ട് വലിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഭാഗത്ത് ടെൻഷൻ ഉണ്ടാകും. ലോഡ് താഴോട്ട് വലിക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കിയാൽ വെള്ളം നാളെ പോയിട്ട് രാവിലെ പോയി വെള്ളം പോയി ലോഡ് ആക്ട് ചെയ്യുന്ന താഴോട്ടല്ല. നീ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ലോഡ് എങ്ങനെ താഴോട്ട് തന്നെ മണ്ടയ്ക്ക് കയറി വരും. നീ എഫർട്ട് കൊടുക്കുമ്പോഴല്ലേ മണ്ടയ്ക്ക് കയറി വരും. മനസ്സിലായോ? ലോഡ് എപ്പോഴും താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, ആണോ? നീ തൊട്ടി കണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടി മുകളിലോട്ട് തന്നെ പോകും, താഴോട്ടോ. അപ്പൊ ലോഡ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, ഇവിടെയും ഒരു ടെൻഷൻ. ഓക്കെ, അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ് ലോഡ് എഫർട്ട് ഈക്വൽ ആയത്. ലോഡ് എഫർട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, therefore mechanical advantage is equal to എന്താ, ലോഡ് ബൈ എഫർട്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആണോ? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എത്രയാ, is equal to therefore എന്താണ്, therefore mechanical advantage ലോഡ് ബൈ is equal to എന്താ, is equal to 1 ആണല്ലോ. അപ്പം നമുക്ക് എന്താ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗെയിൻ ഇല്ല, നോ ഗെയിൻ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗെയിൻ, മെഷീന്റെ അഡ്വാൻറ്റേജ് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെഷീൻ കൊടുക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് ഇവിടെ മെഷീൻ അഡ്വാൻറ്റേജ് കൊടുക്കാൻ പറ്റില്ല, ഈക്വൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നോ ഗെയിൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ. അപ്പം സോ there is no gain. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ ഗെയിൻ
in mechanical advantage. Okay. ഇനി വെലോസിറ്റി റേഷ്യോ നോക്കാം. വെലോസിറ്റി റേഷ്യോ നോക്കാം. വെലോസിറ്റി റേഷ്യോ നോക്കാം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് വെലോസിറ്റി റേഷ്യോ VR എന്താ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് അല്ലേ. നമുക്കറിയാം നിങ്ങൾ എത്ര എന്താണ് എഫേർട്ട്, അതായത് എഫേർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ആണോ വലിക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യും മുകളിലോട്ട് വരുമല്ലോ. ശരിയല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ടും ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പം ഹിയർ 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 DE എന്തായിരിക്കും DL ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ എന്തായിരിക്കും ഈക്വൽ ടു 1. കാരണം DE 2 മീറ്റർ ആണ് നിങ്ങൾ താഴോട്ട് വലിക്കുന്നെങ്കിൽ DL 2 മീറ്റർ മുകളിലോട്ട് പൊങ്ങി വരും. 2 ക്യാൻസൽ ആയി പോയി 1 കിട്ടി അല്ലേ. അപ്പൊ വെലോസിറ്റി റേഷ്യോ 1 കിട്ടി. അപ്പോഴും മറ്റേ ഗെയിനിങ് സ്പീഡ് ആണെന്ന് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ആണല്ലോ. എഫർട്ട് കൊടുക്കുന്ന എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അതായത് കെട്ടിന് വെള്ളം വരുന്ന സമയത്ത് നീ എത്ര എഫർട്ടിന്റെ സൈഡിൽ എത്ര വലിക്കുന്നു, എത്ര ഡിസ്റ്റൻസ് വലിക്കുന്നു. 2 മീറ്റർ ആണ് വിചാരിക്കുക. നീ 2 മീറ്റർ വലിക്കുകയാണെങ്കിൽ കിണറ്റിൽ ലോഡുള്ള സാധനം ആ പുള്ളിയുടെ അപ്പുറത്തെ ഭാഗം എത്ര മീറ്റർ പൊങ്ങി വരും. അപ്പം ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡും ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ഈക്വൽ ആണല്ലോ. ആ 2 മീറ്റർ ഇവിടെ കൊണ്ട് താഴെ മുകളിൽ കൊടുത്ത് ഞാൻ 2 ഈക്വൽ വരുന്നേ. കട്ട് ചെയ്ത് പോകുമ്പോൾ 1 കിട്ടത്തില്ലേ. അതാണ് പറഞ്ഞത്. അപ്പോഴും വെലോസിറ്റി റേഷ്യോ 1 ആണ്. ഡയറക്ഷൻ മാത്രം ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. നമുക്കറിയാം efficiency is equal to mechanical advantage divided by mechanical advantage 1 ആണ്, velocity ratio 1 ആണ്. അപ്പോൾ ഇത് 1 കിട്ടും for 100%. അപ്പോൾ ഐഡിയൽ മെഷീന്റെ കേസിൽ വരും. നമ്മൾ പറഞ്ഞ ഐഡിയൽ മെഷീന്റെ കേസിൽ ഒരു ആക്ച്വൽ മെഷീന്റെ കേസിൽ ചെറിയ ഐഡിയൽ മെഷീൻ കൺസെപ്റ്റ് ഇല്ല. എല്ലാ മെഷീനും ആക്ച്വൽ മെഷീൻ കേസ് വരുമ്പോൾ എഫിഷ്യൻസി 99 ഉള്ളൂ. നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെലോസിറ്റി റേഷ്യോ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ കട്ട് ചെയ്ത് പോകുന്നത് 1 തന്നെ കിട്ടും. അല്ലെങ്കിൽ 100% കിട്ടും. അത് ഐഡിയൽ മെഷീൻ കേസിലാണ് പറഞ്ഞത്. ഒരു മെഷീനും ഐഡിയൽ അല്ല. മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ പറയാം. അതായത് നിന്റെ ക്ലാസ്സിൽ എത്ര പിള്ളേർ പഠിക്കുന്നു? 34. എല്ലാവർക്കും ഒരേ മാർക്കും എന്താ അല്ലെ? അതായത് ഓരോരുത്തർ കൊടുക്കുന്ന എഫർട്ട് വേറെ ഡിഫറൻസിലെ ഓരോരുത്തർക്ക് ഓരോ എഫിഷ്യൻസിയാണ്. പക്ഷെ എല്ലാവർക്കും 100% എഫിഷ്യൻസി എന്താ? ആക്ച്വലി മനുഷ്യർക്കെല്ലാം സയന്റിസ്റ്റൊക്കെ എന്താ ഈ എഡിസണും അതേപോലെ ഐൻസ്റ്റീനും ഒക്കെ എന്താ അവർക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നത് അപ്പം ഐഡിയൽ കേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉഴപ്പുണ്ട്, നമ്മൾ എഫേർട്ട് നമുക്ക് വേറെ പല കാര്യങ്ങളുമാണ് കൂടുതൽ ചില സ്പോർട്സിലായിരിക്കും ചിലത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ എടുത്ത് കുറേ നമ്മുടെ മെഷീൻസിന് അതുപോലെ മെഷീൻസിന് ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലോസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ എഫിഷ്യൻസി നമ്മൾ കൊടുക്കുന്ന അത്രയും ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകില്ല. ഇവിടെ already പറഞ്ഞിട്ടുണ്ട് in actual practice however there is always some friction at the axle in the pulley bearing, so the effort needed is little more than. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താ നമ്മൾ അവിടെ കയർ വലിക്കുമ്പോൾ ആ കയറും പുള്ളിയുടെ ആ ഭാഗം തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പൊ ആ ഫ്രിക്ഷനും കൂടെ എഫർട്ടിനകത്ത് കയറി വരും. അപ്പൊ അവിടെ എന്തായാലും എഫർട്ട് ഇച്ചിരി കൂടുതലായിരിക്കും ലോഡിനേക്കാൾ. അപ്പൊ ഒരിക്കലും ലോഡ് എഫർട്ട് ആക്ച്വലി ഈക്വൽ വരില്ല. മനസ്സിലായോ? ഫ്രിക്ഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൊടുക്കുക. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ 2 അടുത്തുള്ള ഒബ്ജക്റ്റുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ്. എടാ ഈ കയറ്
ഫ്രിക്ഷൻ എഫേർട്ട് വേർഡ് അതായത് ഓൾറെഡി ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു കയർ വലിക്കണം. ഓക്കെ, ചുമ്മാ ഒരു കയർ വെച്ച് അങ്ങനെ കിടക്കുക, പിന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് വലിക്കുക. അപ്പം നീ ഒരു റൂമിൽ ഇരിക്കുക, ആ കയർ മറ്റേ റൂമിലാണ്. അപ്പൊ നീ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കയർ ഇങ്ങനെ വലിച്ചു പോകും, കയർ വലിച്ചത്. അപ്പൊ നീ എന്ത് ചെയ്യും? നീ അതിനെ പിടിച്ചു, നിന്റെ കയർ നീ അതിനെ ചവിട്ടി പിടിച്ചു. പിന്നെ എന്ത് ചെയ്യും? അത് ഇങ്ങനെ എന്ത് ചെയ്യും? ഇവൻ അതുവരെ വലിച്ചോണ്ട് എഫർട്ടാണോ കൊടുക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? ഇവൻ നോക്കുമ്പോൾ മനുഷ്യന് വരില്ല. ഇതെന്താ സംഭവം? അവിടെ നമുക്ക് വലിക്കുന്ന സമയത്ത് ഓൾറെഡി ആ ഫ്രിക്ഷന്റെ ഇവിടെ വരുന്നുണ്ട്. ആ വലിക്കുന്നതിനകത്ത് വരുന്നുണ്ട്. ഫ്രിക്ഷൻ ഇല്ല എന്ന് നമ്മൾ വളരെ ചെറിയേ ഉള്ളൂ, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഫ്രിക്ഷനൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എഫർട്ട് കൂടുതലുള്ളൂ. അതുകൂടെ ഒന്ന് എഴുതി പിടിപ്പിച്ചേക്കട്ടെ. അതായത് നാച്ചുറൽ പ്രാക്ടീസ് there is always some friction, some friction, and that's or in the pulley wheel. So the effort needed is little more than the load. So apa yang itu? Mechanical advantage കുറയും, പക്ഷെ വെലോസിറ്റി റേഷ്യോ തീരില്ല, കുറയത്തില്ല. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ് എഫിഷ്യൻസി. അപ്പൊ എന്താ എഫിഷ്യൻസി ഒരിക്കലും 1 മീറ്റർ ഇവിടെ ഇത് ഐഡിയൽ കേസിലെ കാര്യമാണ് പറയുന്നത്. ആക്ച്വൽ പ്രാക്ടീസിൽ വരുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് എഫർട്ട് കുറച്ച് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എഫർട്ട്. അപ്പം ഇപ്പം എഫർട്ട് ലോഡ് അവിടെ വേണം, എഫർട്ട് അവിടെ 2 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പോയിട്ട് പറയും. ഇത് ചുമ്മാ ഒരു കാര്യം മനസ്സിലായി. പക്ഷെ വെലോസിറ്റി റേഷ്യോ എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് മൂവ് ബൈ എഫർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ് ബൈ ലോഡ്. അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും? അത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിലും 2 മീറ്റർ എഫർട്ട് നീ കൊടുത്തു കഴിഞ്ഞാൽ 2 മീറ്റർ ലോഡ് തന്നെ പോകും. അപ്പൊ എന്താ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇപ്പൊ 2 മീറ്റർ പോകിയെങ്കിൽ 2 മീറ്റർ ലോഡ് പോകും. അപ്പൊ എന്താ വെലോസിറ്റി. ഇനി എഫിഷ്യൻസി എന്ന് കണ്ടുപിടിച്ചു. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എന്താ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ അല്ലേ? അപ്പൊ 0.5 ഡിവൈഡ് ബൈ 1. അപ്പൊ എന്ത് കിട്ടും? അത് ലെസ് ദാൻ 1. എഫിഷ്യൻസി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%-നേക്കാളും താഴെയാണ് ഇതിന്റെ എഫിഷ്യൻസി. ഇതാണ് ആക്ച്വൽ കേസ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു കേസാണ്. അതുകൊണ്ടാണ് നമുക്ക് പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഫ്രിക്ഷൻ കൊടുക്കും. തുരുമ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും പാടായി, കപ്പി തുരുമ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാടാം. കാരണം തുരുമ്പ് വരുമ്പോഴത്തേക്ക് എന്താ ഫ്രിക്ഷൻ കൂടും. അതുകൊണ്ടാണ് ഇടയ്ക്ക് പോയിട്ട് പിന്നെ ഇത് അതായത് ഇത് തുരുമ്പിച്ചാൽ ശബ്ദം കേൾക്കുന്നില്ലേ? കപ്പി പോയിരുന്ന സമയത്ത് അത് തുരുമ്പിക്കുന്ന ആക്സിഡ് ആണ് തുരുമ്പിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് പോയിട്ട് വീട്ടിലൊക്കെ കൊടുക്കണം പറഞ്ഞാൽ പൊട്ടിപ്പോ പ്ലാസ്റ്റിക് ഈ എക്സസൈസ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടി പേഷ്യന്റിന് പിന്നെ നിങ്ങൾ കണ്ടില്ലേ കാലൊക്കെ ഒടിഞ്ഞിട്ട് കെട്ടി തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് അവിടെ അത്ര വേഗില്ല. കാലൊക്കെ തൂക്കിയിടാൻ കാലാവശ്യത്തിന് ഇത്രയേ ഉള്ളൂ കാര്യം. എന്താ